അതാണ് കൈ സത്യം, അതായിരുന്നു തേഞ്ഞൊട്ടി. അതിവിദഗ്ധമായ ഒരു കടക്കാരെ ഞങ്ങളെ നൈസായിട്ട് പറ്റിച്ച്. അത് ഊട്ടി പോണ ഒരു നിർബന്ധമായിട്ടും ഓൺലൈൻ പാസ് എടുത്തിരിക്കണമെന്ന്. അങ്ങനെ വീഡിയോസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് കഴിഞ്ഞിട്ടൊന്നുണ്ടെങ്കിൽ ആജീവനാന്ത ബാൻ. അതുകൊണ്ടാണ്. ഹലോ ഗായ്സ്, ഏകദേശം 12-12.5 മണിക്കൂറത്തെ യാത്രയായിരുന്നു. ഞങ്ങൾ തുഴഞ്ഞുഴഞ്ഞെത്തിയപ്പം 15 മണിക്കൂറോളം യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ അങ്ങനെ വയനാടെത്തി. ചുരമൊക്കെ കയറി വന്ന് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ ഇങ്ങ് ടോപ്പിൽ വന്ന് ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് പോകാൻ പോണത് മുത്തങ്ങ, ബന്ദിപ്പൂര്, മസനഗുഡി വഴി ഊട്ടി. അങ്ങനെ ഞങ്ങൾ ഇത് പ്ലാനിങ്ങുമായിട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടത്. ഊട്ടി പോണ ഒരു നിർബന്ധമായിട്ടും ഓൺലൈൻ പാസ് എടുത്തിരിക്കണമെന്ന്. അങ്ങനെ ഓൺലൈൻ പാസ് എടുത്തില്ലെങ്കിൽ അവിടെ തമിഴ്നാട് ചെക്ക് പോസ്റ്റിൽ എന്തോ അവർ ചോദിക്കുന്ന ക്യാഷ് കൊടുക്കേണ്ടി വരും എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇത്തിരി ടാസ്ക്കാണ് അത് കിട്ടാൻ. അതിൻ്റെ അകത്ത് നമ്മുടെ റിസോർട്ടിന്റെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നിങ്ങളൊക്കെ ഇങ്ങനെ പോകാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് വിശദമായി അന്വേഷിച്ചിട്ട് ഇറങ്ങാം. ഞങ്ങളിപ്പോൾ ഇവിടെ റോഡ് സൈഡിൽ ചെയ്യുന്ന ടൈം പൊക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. മധ്യമുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ആ വീഡിയോസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് കഴിഞ്ഞിട്ടൊന്നുണ്ടെങ്കിൽ എന്താ ചുളിയാ അകത്ത് പോകും. എന്നെ ഇൻസ്റ്റാഗ്രാം ബാൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഞങ്ങൾ എന്തായാലും നോക്കട്ടെ. ഓൺലൈൻ പാസ്സൊക്കെ എടുത്തിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ഇവിടെ നൈസായിട്ട് രാവിലെ തന്നെ ഒന്ന് കപ്പയും മീൻകറിയൊക്കെ കഴിച്ചട്ടാ. അല്ലെ ഞാൻ പ്രമോഷൻ കൊടുക്കാൻ. അതാണ് കൈ സത്യം, അതായിരുന്നു തേഞ്ഞൊട്ടി. ചീത്തയായ മീൻകറിയും ഊള കപ്പയും തന്ന് ഞങ്ങളെ പറ്റിച്ച്. അതിവിദഗ്ധമായ ഒരു കടക്കാരെ ഞങ്ങളെ നൈസായിട്ട് പറ്റിച്ച്. അപ്പൊ അത്രേ ഉള്ളു ഗൈസ്. അപ്പം ഓക്കെ, ഞാനപ്പോ അടുത്ത വീഡിയോയിൽ വരാം. ഓൺലൈൻ പാസിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. സ്റ്റേ ട്യൂൺഡ്.